അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ വോയിസ് ഓവറിൽ കുറേ നോയ്സും അതും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണിപ്പം. ഇവിടെ പിള്ളേരും വണ്ടി പോണ സൗണ്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ പോപ്പോയ്സിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി അത് കഴിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് പാലക്കാട് കുറേ സംഭവങ്ങളുള്ളത് കണ്ടത് കേട്ടോ. ഗുണ കേവ് ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര മിസ്സായി. ഇനി തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പോകണം പറഞ്ഞിട്ടുണ്ട് ഇക്കാനോട് കേട്ടോ. പിന്നെ ഹനാൻ ഷാ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ പാലക്കാട്. വന്ന് പോയി തോന്നുന്നു, 22-ാം തീയതിയോ മറ്റോ ആയിരുന്നു തോന്നുന്നു കേട്ടോ. സംഭവമൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ സംഭവങ്ങളും കണ്ടു. പിന്നെ ശരി, നമുക്ക് വീട്ടിലോട്ട് എത്താം ആദ്യം എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേഡിയം ബൈപ്പാസ് ഉണ്ടല്ലോ, ഫുള്ള് ഇപ്പം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോപ്പോയ്സിൽ കയറി ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. KFC-നെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് തന്നെയായിരിക്കും കഴിക്കുക. നല്ല മൈൽഡായിട്ടുള്ള മസാലയും അതേപോലെ എന്താ പറയുക, ഹെവി ഒന്നും തോന്നുന്നില്ല നമുക്കത് കഴിച്ചിട്ട്. ഭയങ്കര സീരിയസ് സ്റ്റോക്ക് പോലെ ഉണ്ട് അല്ലേ. എവിടെ എത്ര എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഫുഡിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്തൊക്കെ ഓർഡർ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ കഴിച്ച എല്ലാം അത് എനിക്കിഷ്ടമായി. അവരുടെ ആംബിയൻസ് ഒക്കെ ലുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു. ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അയാനും മിക്കയും കൂടി പോയി എടുത്തിട്ട് വന്നത് കേട്ടോ. ഇതാ സംഭവം. ഓക്കെ, എനിക്ക് എല്ലാ ടൈപ്പും ഇഷ്ടമായി. അതിലേറ്റവും ഇഷ്ടമായത് എന്താ പറയുക, പേരെനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അറ്റത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവില്ലേ? ഞാൻ ഫസ്റ്റ് എടുത്ത് കഴിച്ചത് തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഈ ഒരു അറ്റത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരുടെ ഡിപ്പും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പൊടി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈപ്പ് ചിക്കനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച്. ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ ഡയറ്റിംഗ് ഒന്നും നടക്കില്ല, തടി കൂടാണ്ട് നോക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക്. പിന്നെന്താണ്, മാഷാല്ലാ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടു. വെയിറ്റ് ലോസ് ജേണി ഡയറ്റ് ഡയറ്റ് പ്ലാൻ എന്നാണോ ഉദ്ദേശിച്ചത്? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നമുക്ക് കുറേ കമൻസ് വന്നു. കമൻസൊക്കെ നമ്മൾ വായിക്കാൻ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനിയുള്ള ഇതിലൊക്കെ വായിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പോണ വഴിയിൽ നമുക്കൊരു ആളെ കാണാനുണ്ടായിരുന്നു. അവരെ കണ്ട് സംസാരിച്ച്. ഞാൻ അവിടെ നിന്നൊന്നും വ്ലോഗ് എടുത്തില്ല കേട്ടോ. എടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. എന്നെ അറിയുന്ന കുറേ ആൾക്കാർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും വ്ലോഗ് എടുത്തില്ല. അങ്ങനെ നമ്മൾ വീടെടുത്തി. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഇനി മോർണിംഗ് എണീച്ചതും ഞാൻ വാക്കിങ്ങിന് പോയി. കാരണം ഇന്നലെ അത്യാവശ്യം നല്ല ഹെവി ഫുഡല്ലേ കഴിച്ചത്, ഓയിൽ ഐറ്റം അല്ലേ കഴിച്ചത് എന്ന് വിചാരിച്ചിട്ട് വാക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റ് ഔട്ടൊക്കെ പൊളിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇക്കൊന്നുമില്ല, ഇക്ക അവിടെ കിടക്കുകയാണ്. ഷൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇക്ക. അപ്പോൾ ഇക്ക വരുന്നില്ല പറഞ്ഞു. പിന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായപ്പോൾ ഇക്കാക്ക് മിസ്സായി പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് വന്നാൽ മതിയായിരുന്നു. ഭയങ്കര മഞ്ഞ്. ആ മഞ്ഞത്ത് ഞാൻ തൊപ്പിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ നടന്നു പോവുകയാണ്. എനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. 4 വരെയുള്ള സ്കൂളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പോയപ്പോൾ 2 സ്ത്രീകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അവർ 6 മണിക്ക് പോകത്രേ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് നേരം വെളുത്തിട്ടാണ് കേട്ടോ പോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ തണുപ്പത്ത് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെയൊക്കെ ഈ വേലിയുടെ എന്താ പറയുക, മതിലല്ല കേട്ടോ അധിക വീടുകൾക്ക് ഉണ്ടാവുക. ഇതേപോലെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഈ ഒരു ചെടി എല്ലാ കാട്ടിലും ഉണ്ടാവില്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ടോ? എന്താ പേര് പറയാറ് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ പുഴ എത്തിയിട്ടോ. പുഴപ്പാലം, അതായത് പുഴൻ്റെ നേരെയായിട്ടാണ് കേട്ടോ പാലം. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷെ അത് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കയറ്റം, ഭയങ്കര കയറ്റം കണ്ടില്ലേ? ഈ കയറ്റം കയറി നടന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്,
നമ്മൾ ക്ഷീണിക്കും, കിതയ്ക്കും, നല്ല പോലെ ശ്വാസം എടുത്ത് വിടും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു കയറ്റം. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഇതേപോലൊരു കയറ്റുണ്ട്, അവിടുന്ന് ഇറങ്ങി വന്നൊരു കയറ്റുണ്ട്, അതും കയറണം. ഇത് രണ്ടും കയറിയാൽ തന്നെ നമ്മുടെ വാക്കിംഗ് അടിപൊളിയായി. പിന്നെ പോയപ്പോൾ ഒരു മയിലിനെ കണ്ടു, വീഡിയോയിലുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാ ഇപ്പൊ വരും ഈ സൈഡിലായിട്ട്, കണ്ടോ നിങ്ങൾ? അതാ. അപ്പൊ മയിലിനെയൊക്കെ ഒരു വീഡിയോ എടുത്തു. പിന്നെന്താണ്, പിന്നെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഈ ഭാഗത്ത് കുറേ പക്ഷികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, കഴുകനാണോ എന്താണെന്നറിയില്ല. മൊത്തത്തിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് കുറേ ആയില്ലേ. പിന്നെ ഏകദേശം ഒരു അലനല്ലൂരിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ആയപ്പോഴേക്കും അങ്ങോട്ട് പോകുന്ന വഴിയിൽ കേട്ടോ ഞാൻ നേരെ തിരിച്ചു. അവിടുന്ന് ഒറ്റയ്ക്ക് നടക്കാൻ നല്ല സുഖമാണ്. ആരോട് വർത്താനം പറഞ്ഞ് നിൽക്കുകയൊന്നും വേണ്ടല്ലോ, വേഗം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാലോ. അപ്പോൾ ഇതാ കുറേ ഉണ്ട് ഈ ഒരു ചെടികൾ കേട്ടോ. പിന്നെ ഇതാ നേരെ നടന്ന് സമയം അത്യാവശ്യമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇക്ക വിളിച്ചു, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്താണ്, ഇനി വീട്ടിൽ പോകണം, ഫുഡ് അടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട്. ഇക്കൊന്ന് പോകും, പെയിൻറ് പണിക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകും, മൂപ്പര് നിൽക്കൂല. അപ്പോൾ പെയിൻ്റ് അടിയും ഒക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. പോണ വഴിയിൽ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിനെയും കണ്ടു, അതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും ഞാൻ കയറിയിട്ടോ. കുറേ കാലമായി അവളെ കണ്ടിട്ട്, അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ കുറേ നേരം നിന്ന് മഞ്ഞ് എൻജോയ് ചെയ്ത്, പുഴയൊക്കെ നോക്കി നിന്ന് എൻജോയ് ചെയ്ത്, കണ്ണിന് തന്നെ ഭയങ്കര ഒരു സുഖം ഇതൊക്കെ നോക്കി നിന്നപ്പോൾ തന്നെ. നമ്മൾ കുറേ കാലമായിട്ടല്ലേ കാണുന്നത്. അടിപൊളി വ്യൂ അല്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റ് വഴി. ഭയങ്കര രാവിലെ എണീച്ച് നടക്കാൻ പോകാനും തോന്നില്ല, ഉറങ്ങാനേ തോന്നുള്ളൂ, കുറച്ച് കൂടി ഉറങ്ങാനേ തോന്നുള്ളൂ, അത്രയും തണുപ്പാണ് കേട്ടോ സംഭവം. പിന്നെ ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഒരു ഊഞ്ഞാല്, പിന്നെ ടോം ആൻഡ് ജെറി, ഡോറ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് ജ്യൂസ്, പിന്നെ പൊരിക്കടികൾ, അങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം റബ്ബറാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് റബ്ബറാണ് കേട്ടോ ഉണ്ടാവാറ്, അതുകൊണ്ടാണ് ഇത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കൂള്. ഇനിയിപ്പോൾ നേരെ നടന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടെത്താനാവും കേട്ടോ. അതന്നെയാണ് നമ്മുടെ വീട് പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടും കൂടി കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ അടുക്കള ഭാഗം നമ്മൾക്ക് ചെയ്യാനുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മുറ്റം ശരിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. അങ്ങനെ ഉള്ളിലോട്ട് വന്നപ്പോൾ മോന് എണിച്ച് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട്, ചായ എല്ലാം കൊടുത്തു. ഇക്ക സിറ്റ് ഔട്ടിലിരുന്ന് ചായ എല്ലാം കുടിച്ചു, റെഡിയായി. ഇനി പോകണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് വ്ളോഗ് ഇട്ടിട്ടില്ല എന്നുള്ള പരാതികൾ കുറേ വരുന്നുണ്ട്. എന്താണ് ജിനിത്ത വ്ളോഗ് ഇടാത്തത്, വീട്ടിൽ പോയതിൻ്റെ വ്ളോഗ് വേണം. പിന്നെ മോനെ ഞാൻ ബ്രഷ് മേടിക്കാൻ പറഞ്ഞയച്ചു, കാരണം പെയിൻ്റ് അടിയൊക്കെ കാരണം നമ്മുടെ ബ്രഷ് അവിടെ ഇനിയിപ്പോൾ അത് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ പിന്നെ പുതിയ ബ്രഷ് മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അവനെ പറഞ്ഞയച്ച്. ഇക്ക അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും ചിക്കൻ കറിയും ഞാൻ മുകളിൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. താഴെ മൊത്തം പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർ സംഗതികളൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചിടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇക്ക വേഗം സ്ഥലം വിടുകയാണ്, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആള് വേഗം സ്ഥലം വിടുകയാണ് കേട്ടോ. എല്ലാം വലിച്ചു വാരി മുറ്റത്തേക്ക് ഇട്ടിക്കല്ലേ. അങ്ങനെ ഇക്കയും പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പൂരക്കോളൊന്നും കിട്ടിയില്ല. പൂരക്കോള് എന്നാണ് നിങ്ങൾ അവിടെ പറയുക, നമുക്ക് അതൊന്നും കിട്ടിയില്ല. ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എനിക്കിഷ്ടമാണ് പൂരത്തിനുള്ള മിഠായിയപ്പം, ഹൽവ, അതേപോലെ പൊരി, മുറുക്ക്, ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ആൾക്കാർ ഭയങ്കര എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ആനയായിരുന്നു കേട്ടോ പ്രാവശ്യം. കാണാൻ തന്നെ ഭയങ്കര ഐശ്വര്യമായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പേരൊന്നും അറിയത്തില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളെ കൊടിയങ്കുന്ന് ആ ഭാഗത്താണ് പൂരമുണ്ടായിരുന്നത്. പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല, ജസ്റ്റ് വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് കണ്ടു, അത്രേ ഉള്ളൂ. ആന വരുന്നുണ്ടില്ലേ. കുറച്ച് സമയം ആന അവിടെ നിൽക്കണുണ്ടപ്പോൾ എനിക്കൊന്ന് പേടിയായി, ഇനി എങ്ങാനും അതിളകുമോ എന്ന് പേടിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്നിട്ടോ ആന. അപ്പോൾ ടെൻഷനായി, എന്താണ് എന്നറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ. പിന്നെ ഒരു ദിവസം കഴിഞ്ഞതും മക്കൾ വന്നു. എല്ലാം കൂടെ ഉള്ള വ്ളോഗാണ് കേട്ടോ അത്.
അവര് ശരിക്കും സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ, പറഞ്ഞേ ഉണ്ടായിരുന്നില്ല അനിയത്തിയും കുട്ടികളും വന്നത്. അവള് പെട്ടെന്നുണ്ട് ഞങ്ങൾ മേലെ കിടക്കുമ്പോൾ കയറി വന്നേക്കുന്നു. അങ്ങനെ അവരായിട്ട് കുറേ സമയം സംസാരിച്ച് അവർ വന്നത് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി രണ്ടാളും കൂടെ കേട്ടോ. ഭയങ്കര ഡാൻസാണ്. അവളുടെ ഡാൻസ് വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ചെറുത് ഭയങ്കര വായാടിയാണ്. വലുതിൻ്റെ ഡാൻസും പാട്ടൊക്കെ ഇതാ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ, നോക്കിട്ടാ. ഒരു സ്റ്റെപ്പ് ഇട്ടേ. സ്കൂളത്തെ എങ്ങനെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ എന്താ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇനി കുട്ടികളിനെയൊക്കെ കൂട്ടിയിട്ട് ലൈവിൽ വരാം കേട്ടോ. വെയിറ്റ് ചെയ്യും.